ഹായ് ഫ്രണ്ട്സ്, എയിംസ് സ്റ്റഡി സെൻറ്ററിൻ്റെ വീണ്ടും ഒരു രസതന്ത്ര ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് കാർബണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുവാൻ പോകുന്നത്. എന്താണ് കാർബൺ, എങ്ങനെയാണ് കാർബണിൻ്റെ കണ്ടെത്തൽ, ഈ പറയുന്ന കാർബൺ കണ്ടെത്തുന്നതിന് ആയി നടത്തിയ പരീക്ഷണങ്ങൾ എന്തെല്ലാം, കാർബണിൻ്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാം, ഈ പറയുന്ന കാർബണിൻ്റെ രൂപാന്തരങ്ങളായ ഗ്രാഫൈറ്റ്, അതുപോലെ തന്നെ ഡയമണ്ട്, ഫുള്ളറീൻ, ഗ്രാഫീൻ തുടങ്ങിയ പ്രത്യേകതകൾ, കാർബണിൻ്റെ രൂപാന്തരങ്ങൾ എന്നറിയപ്പെടുന്ന ഇവയെ പോലെ തന്നെ കാർബണിൻ്റെ പ്രധാന സംയുക്തങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നിവയെക്കുറിച്ചും നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്യുകയാണ്. എന്താണ് കാർബൺ? നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളിലും പ്രധാനമായി എന്തടങ്ങിയിരിക്കുന്നു? കാർബൺ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, നമുക്കറിയാം, ഉദാഹരണത്തിന് നാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏതെടുത്താലും അവയെല്ലാത്തിലും പ്രധാന ഘടകം എന്തായിരിക്കും? കാർബൺ ആയിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ എടുത്താൽ ഇന്ധനങ്ങളെല്ലാം ജ്വലിക്കുന്നതിന് കാരണമാവുന്നത് എന്തിൻ്റെ സാന്നിധ്യമാണ്? കാർബണിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളിലും പ്രധാനമായും എന്തടങ്ങിയിട്ടുണ്ട്? കാർബൺ അടങ്ങിയിട്ടുണ്ട്. ഈ കാർബണിനെ കുറിച്ചും കാർബണിന്റെ സംയുക്തങ്ങളെ കുറിച്ചുമാണ് നാം ഇന്ന് എന്ത് ചെയ്യുന്നത്? ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് കാർബൺ എന്നാണ് നാം പറഞ്ഞത്. ഈ പറയുന്ന കാർബൺ മറ്റ് മൂലകങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ സവിശേഷതകൾ കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് മൂലകമാണ്. അപ്പൊ കാർബണിന്റെ ആറ്റമിക് നമ്പർ നമുക്കറിയാം. കാർബൺ എന്ന് പറയുന്ന സാധനത്തിന്റെ ആറ്റമിക് നമ്പർ നമ്മൾ എടുത്താൽ 6 ആണ് കാർബണിന്റെ ആറ്റമിക് നമ്പർ. എത്രയാണ് കാർബണിന്റെ ആറ്റം നമ്പർ? 6. ആറ്റം നമ്പറായ കാർബൺ 6 ആയ മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുവാണെങ്കിൽ 2, 4 എന്നാണ് കാർബണിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. 2, 4 ആണ് ഇലക്ട്രോൺ വിന്യാസമെങ്കിൽ കാർബണിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം, നമ്മൾ കാർബണിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1s2, 2s2, 2p2. ഇതായിരിക്കും എന്ത്? കാർബണിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ കാർബണിന്റെ ഇലക്ട്രോൺ വിന്യാസം ഞാൻ പറഞ്ഞു 2, 4. സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം പറഞ്ഞു 1s2, 2s2, 2p4. ഇങ്ങനെയുള്ള ഈ കാർബൺ ഏത് ഗ്രൂപ്പിലെ മൂലകമാണെന്ന് ഇതിന് അടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. കാർബൺ എന്ന് പറഞ്ഞ എപ്പോഴും ഒരു 14ാം ഗ്രൂപ്പ് മൂലകമായിരിക്കും. എത്ര ഗ്രൂപ്പ് മൂലകമാണ്? 14ാം ഗ്രൂപ്പ് മൂലകമായിരിക്കും. എത്രാമത്തെ പീരീഡിൽ കാണപ്പെടുന്ന മൂലകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ എപ്പോഴും 2ാമത്തെ പീരീഡിലെ മൂലകമായിരിക്കും. കൃത്യമായി ഓർത്തിരിക്കുക, കാർബണിന്റെ ആറ്റമിക് നമ്പർ 6 ആണ്, ഇലക്ട്രോൺ വിന്യാസം 2, 4 ആണ്, സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p2 എന്നതാണ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് 14 ആണ്. പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്? 4 ആണ്. ഈ 14ാമത്തെ ഗ്രൂപ്പിൽ കാർബണിന് മറ്റ് മൂലകങ്ങളെക്കാൾ സവിശേഷതകൾ കൂടുതലായിട്ടുണ്ട്. കാരണം ഈ വ്യത്യസ്ത സവിശേഷതകളുടെ കാരണങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ആദ്യം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ കാർബണിന് മറ്റു മൂലകങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്ത സവിശേഷതകൾ എന്ന് പറയുന്നത് കാരണം കാർബൺ ഒഴികെയുള്ള 14ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എടുത്താൽ അവയിലെല്ലാം ഡി ഓർബിറ്റലുകളുടെ സാന്നിധ്യം കാണാൻ സാധിക്കും. കൃത്യമായി ഓർത്തിരിക്കുക, കാർബൺ ഒഴികെയുള്ള 14ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ ഡി ഓർബിറ്റലുകളുടെ സാന്നിധ്യം കാണുവാൻ സാധിക്കുന്നു. അതിനാൽ തന്നെ ഇവയ്ക്ക് അയോണീകരണ ഊർജം, അല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി, അതുപോലെ തന്നെ ഉയർന്ന വൈദ്യുത ഘടന, അതുപോലെ തന്നെ ആറ്റമിക് റേഡിയസ് അല്ലെങ്കിൽ ആറ്റത്തിന്റെ വലിപ്പം എന്നിവ കുറവായിരിക്കും. കാരണം കൃത്യമായി ഓർത്തിരിക്കുക, നമ്മൾ ഈ പറയുന്ന എന്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് അയോണീകരണ ഊർജം. എന്താണ് അയോണീകരണ ഊർജം എന്ന് കൃത്യമായി ഓർത്തിരിക്കുക. നമ്മളൊരു മൂലകത്തെ എക്സ് എന്ന് ക്രമീകരിക്കാൻ വിചാരിക്കാം. എക്സ് എന്നാണ് ഒരു മൂലകത്തെ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. ആ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ വിചാരിക്കാം. അപ്പൊ എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുത്തു? 1 ഇലക്ട്രോൺ. അപ്പൊ അതിന് എന്ത് ചാർജായി? പോസിറ്റീവ് ചാർജായി മാറി. ഇങ്ങനെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊർജത്തെ നമുക്ക് എന്ത് വിളിക്കാം? അയോണീകരണ ഊർജം എന്ന് വിളിക്കാം. ഇനി ആറ്റത്തിന്റെ വലിപ്പം, ന്യൂക്ലിയസും ബാഹ്യതമ ഷെല്ലും തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആറ്റത്തിന്റെ വലിപ്പം എന്ന് വിളിക്കുക. ഇവയിൽ അയോണീകരണ ഊർജം, ഞാൻ അയോണീകരണ ഊർജത്തെ IE എന്ന് എഴുതുന്നു. അയണൈസേഷൻ എനർജി, അയോണീകരണ ഊർജം, അല്ലെ അയണൈസേഷൻ എൻതാൽപ്പി.
ഈ അയോണിക ഊർജം മൂലകത്തിന്റെ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇത് കുറഞ്ഞു വരും. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ, ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അയോണിക ഊർജം എന്ത് ചെയ്യും? കുറയും. ഇനി ഇതേപോലെ തന്നെ അയോണിക ഊർജം കുറയുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം എന്ത് ചെയ്യും? അത് കൂടി വരും. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്ത്? ഈ പറയുന്ന ഡി ഓർബിറ്റൽ ലഭ്യതയില്ലായ്മ, കാർബൺ എന്തില്ല? ഡി ഓർബിറ്റലിന് സാന്നിധ്യമില്ല. ബാക്കിയുള്ളവയെ സംബന്ധിച്ചിടത്തോളം അയോണിയനൈസേഷൻ എൻതാൽപ്പി അല്ലെ അയോണീകരണ ഊർജം, ഉയർന്ന വൈദ്യുതദണ്ഡന, വലിപ്പക്കുറവ് എന്നിവ എന്തായിരിക്കും? കാർബണിനായിരിക്കും. ഓക്കെ, കാർബൺ എന്തായിരിക്കും? വലിപ്പം കുറവായിരിക്കും. അയോണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? അത് കൂടുതലായിരിക്കും. വൈദ്യുതദണ്ഡനം എന്തായിരിക്കും? അതും കൂടുതലായിരിക്കും. ഇങ്ങനെ മറ്റ് മൂലകങ്ങളെക്കാൾ 14ാം ഗ്രൂപ്പിൽ കാർബൺ എന്തായിരിക്കും? സവിശേഷതകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി ഈ പറയുന്ന കാർബണിൽ നമ്മൾ നേരത്തെ എഴുതിയപ്പം അയോണിക ഊർജം എന്ന് പറഞ്ഞു സാധനം കാർബൺ എന്താന്ന് പറഞ്ഞു? 14ാം ഗ്രൂപ്പിൽ മറ്റ് മൂലകങ്ങളെക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞു. സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പം കാർബണിൽ ഒരു എസും പിയും മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഡി ഓർബിറ്റലുടെ സാന്നിധ്യം എവിടെയില്ല? കാർബണിലില്ല. അതിനാൽ ഈ ഡി ഓർബിറ്റലുടെ സാന്നിധ്യം ഇല്ലാത്തതിനാൽ കാർബണിന് 14ാം ഗ്രൂപ്പിൽ എന്താണ്? മറ്റു മൂലകങ്ങളെക്കാൾ സവിശേഷത കൂടുതലായിട്ടുണ്ട്. അതുപോലെ തന്നെ കാർബൺ എന്ന് പറയുന്ന സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാർബണിന്റെ ബന്ധനങ്ങൾ നടത്തുക എന്ന് വിചാരിക്കാം. അപ്പം കാർബൺ ബന്ധനം നടത്തണമെങ്കിൽ കാർബണിന്റെ ആറ്റം നമ്പർ നമ്മൾ പറഞ്ഞു 6 ആണെന്ന് പറഞ്ഞു. ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ 2, 4. ഇങ്ങനെയുള്ള കാർബണിന്റെ ഭാഗിതാംശം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോണുകളേ ഉള്ളൂ. ഈ 4 ഇലക്ട്രോണുകളുടെ സാന്നിധ്യം മാത്രമുള്ളതിനാൽ ഈ പറയുന്ന കാർബണ് 8 ജോഡി ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? 4 ഇലക്ട്രോണുകൾ എന്ത് ചെയ്യേണ്ടി വരും? സ്വീകരിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ 4 ഇലക്ട്രോണുകളെ പരസ്പരം എന്ത് ചെയ്യേണ്ടി വരും? സഹസംയോജക ബന്ധനം നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മള് സഹസംയോജക ബന്ധനം എന്നൊരു സാധനം പറഞ്ഞു. എന്താണ് സഹസംയോജക ബന്ധനം? സഹസംയോജക ബന്ധനം എന്ന് പറഞ്ഞാൽ സ്ഥിരത കൈവരിക്കുന്നതിനായി നമ്മൾ കെമിക്കൽ ബോണ്ടിങ് അല്ലെ രാസബന്ധനം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമുണ്ട്, കോസൽ ആൻഡ് ലുവിസ് ഡോട്ട് സ്ട്രക്ചർ. ഇപ്പൊ കാർബൺ എന്ന സാധനം എടുത്തു കഴിഞ്ഞാൽ കാർബണിന്റെ ആറ്റം നമ്പർ നമ്മൾ പറഞ്ഞു 6 ആണെന്ന് പറഞ്ഞു. ഈ കാർബണിന്റെ ഭാഗിതമ ഷെല്ലിന് ചുറ്റുമുള്ള കാർബണിന്റെ ഭാഗിതമ ഷെല്ല് എത്രയാണ്? 4 ഇലക്ട്രോൺ. ഈ 4 ഇലക്ട്രോണുകളെ കാർബൺ ചുറ്റും ഡോട്ടിനായി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ലുവിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ലുവിസ് ഡോട്ട് സ്ട്രക്ചർ. ഇതിന് പകരമായിട്ട് നമുക്ക് ഡോട്ട് എന്നതിന് പകരം സ്റ്റാർ റെപ്രസെന്റേഷൻ ഉണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരു മൂലകത്തിന്റെ ഭാഗിതം ഷെല്ലിലെ ഇലക്ട്രോണുകളെ ഡോട്ടഡ് ആയിട്സ് അല്ലെങ്കിൽ സ്റ്റാർസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ക്രമീകരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ ആളാണ് കോസലും ലുവിസും. അവരതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സിദ്ധാന്തം ഉണ്ടാക്കി. അതിനെ നമ്മൾ അഷ്ടക നിയമം എന്ന് പറയും. നമുക്ക് കേട്ടിട്ടുണ്ട്, ഒരു മൂലകത്തിന്റെ ഭാഗിതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാകാൻ ആയാൽ മാത്രമേ എന്ത് ചെയ്യുന്നു? ഒരു മൂലകം എന്താവുന്നുള്ളൂ? എപ്പോഴും സ്ഥിരമാവുന്നു. അപ്പൊ അത് ആവണമെങ്കിൽ എന്ത് ചെയ്യും? ഒന്നുകിൽ ഇലക്ട്രോണുകൾ സ്വീകരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. ഇത് രണ്ടും ചെയ്യാൻ കഴിയാത്ത മൂലകങ്ങൾ എന്ത് ചെയ്യും? പരസ്പരം ഇലക്ട്രോണുകൾ തമ്മിൽ സഹവർത്തിക്കും അല്ലെങ്കിൽ ഷെയർ ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന ബന്ധനത്തെ നമ്മൾ എന്ത് വിളിക്കും? സഹസംയോജക ബന്ധനം എന്ന് വിളിക്കും. ഇങ്ങനെ കാർബൺ എന്ത് ചെയ്യും? സഹസംയോജക ബന്ധനം കാണിക്കും. ഇങ്ങനെ കാർബണിന്റെ സംയോജകത എത്രയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു? 4ആയി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. കാരണം കാർബണിന്റെ വാലൻസ് എത്രയാന്ന് നമ്മൾ പറഞ്ഞു? 4 ആണ്. കാരണം ബാഹ്യദംശം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ സ്ഥിരത കൈവരിക്കാൻ എത്ര ഇലക്ട്രോൺ വേണം? 4 ഇലക്ട്രോൺ വേണം താനും. അതേസമയം മറ്റ് മൂലകങ്ങളിൽ 14ാം ഗ്രൂപ്പിലെ മറ്റ് മൂലകങ്ങളിൽ ഡി ഓർബിറ്റലുകളുടെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഉറപ്പല്ലേ? അപ്പൊ ഡി ഓർബിറ്റലുകളുടെ സാന്നിധ്യമുള്ളതിനാൽ അവയുടെ സംയോജകത നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ എന്ത് ചെയ്യും? സാധിക്കും. അതുപോലെ തന്നെ 14ാം ഗ്രൂപ്പിൽ മറ്റു മൂലകങ്ങളെക്കാൾ വലിപ്പം കുറവായതിനാലും വൈദ്യുത ദണ്ഡന അഥവാ വൈദ്യുതി കടത്തുവാനുള്ള കഴിവ് എന്തായതിനാൽ കൂടിയതിനാലും ഈ പറയുന്ന കാർബൺ ആറ്റങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവ പൈ ബന്ധനങ്ങൾ ഉണ്ടാക്കുന്നു. പി പൈ ബോണ്ടിങ് ഉണ്ടാക്കും.
നമ്മൾ ഈ പറയുന്ന ഓർബിറ്റൽ കോൺസെപ്റ്റ് എന്ന സാധനം പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറി, MOT തിയറി എന്ന സാധനം പഠിക്കും. MOT, മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്നൊരു സാധനം പഠിക്കും. ആ ഓർബിറ്റൽ തിയറി പഠിക്കുമ്പം അവിടെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്നൊരു സാധനം വരും. ഈ ഹൈബ്രിഡൈസേഷനും മോളിക്കുലർ ഓർബിറ്റൽ തിയറിയും നമ്മൾ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമുണ്ട് പൈ ബോണ്ടുകളും സിഗ്മ ബോണ്ടുകളും. ഇപ്പം ഈ പറയുന്ന കാർബണിൽ നമ്മൾ എസിന്റെയും പിയുടെയും, എസ് ഓർബിറ്റലുകളുടെയും പി ഓർബിറ്റലുകളുടെയും സാന്നിധ്യം ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ എസ് ഓർബിറ്റലിന്റെയും പി ഓർബിറ്റലിന്റെ സാന്നിധ്യം ഈ പറയുന്ന ആരിലുള്ളതിനാൽ, കാർബണിലുള്ളതിനാൽ കാർബൺ ഈ പി ഓർബിറ്റലുകൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് നമുക്ക് എന്തുണ്ടാക്കാൻ കഴിയും? PP സിഗ്മ ബോണ്ടിങ് ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ കാർബൺ ആറ്റത്തിൽ പൈ ബോണ്ടിങ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പി ഇലക്ട്രോണുകൾ കൂടിച്ചേർന്നിട്ട് PP പൈ ബോണ്ടിങ്. ഇങ്ങനെ പൈ ബോണ്ടിങ് ഉണ്ടാക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? കാർബണിനുണ്ട്. അതായത് ഈ മോളിക്കുലർ ഓർബിറ്റൽ സിദ്ധാന്തം അനുസരിച്ച്, അല്ലെങ്കിൽ മോളിക്കുലർ ഓവർലാപ്പിംഗ് സിദ്ധാന്തങ്ങൾ അനുസരിച്ച് കാർബണിന് എന്തുണ്ടാക്കാനുള്ള കഴിവുണ്ട്? ഈ പറയുന്ന പി പൈ ബഹുബന്ധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത് ആർക്കില്ലാത്ത കഴിവാണ്? 14ാം ഗ്രൂപ്പിൽ മറ്റ് മൂലകങ്ങൾക്ക് ഇല്ലാത്തൊരു പ്രത്യേക സവിശേഷതയാണ്. അപ്പൊ 14ാം ഗ്രൂപ്പിൽ കാർബണിന് മാത്രം സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 14ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ ഫാമിലി എന്നറിയപ്പെടുന്ന മൂലകങ്ങളാണ്. ആ കാർബൺ ഫാമിലിയിൽ 14ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ ഇപ്പൊ കാർബൺ എന്ന് പറയുന്ന മൂലകത്തിന് മറ്റ് മൂലകങ്ങളെക്കാൾ വലിപ്പം കുറവാണ്. അതുപോലെ തന്നെ മറ്റ് മൂലകങ്ങളെക്കാൾ അയോണീകരണ ഊർജ്ജം അല്ലെങ്കിൽ അയനൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്. അതുപോലെ തന്നെ വൈദ്യുത ഖണ്ഡന കൂടുതലാണ്. വലിപ്പം എന്താണ്? കുറവാണ്. അതിനാൽ തന്നെ ഈ പറയുന്ന ഡി ഓർബിറ്റലുള്ള സാന്നിധ്യം എവിടെയില്ല? കാർബണിലില്ല. കാർബണിൽ ആകപ്പാടെ എസിന്റെയും പിയുടെയും സാന്നിധ്യം മാത്രമേ ഉള്ളൂ. അതിനാൽ കാർബൺ എന്ത് ചെയ്യും? ഈ പറയുന്ന പി പൈ അല്ലെ PP പൈ ബോണ്ടിങ് ഉണ്ടാക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ പറയുന്ന കാർബണിന് ഉണ്ട്. ഇതൊക്കെ കാർബണിന്റെ സവിശേഷതകളാണ്. ഇപ്പൊ നമ്മൾ കാർബൺ ദ്വിബന്ധനവും ത്രിബന്ധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് പൈ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം, ഇങ്ങനെ 3 തരം എന്തുണ്ട്? ബന്ധനങ്ങളുണ്ട്. ഇപ്പം ഒരു മൂലകം വേറൊരു മൂലകവുമായിട്ട് 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് പഠിക്കുമ്പോൾ VSEPR തിയറി എന്നൊരു തിയറി പഠിക്കും. അല്ലെങ്കിൽ സിദ്ധാന്തം പഠിക്കുന്നുണ്ട്, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. VSEPR തിയറി അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന സ്ഥിരത കൈവരിക്കുന്നതിനായി ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യപ്പെടുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ക്ലോറിൻ എന്നൊരു എലമെന്റ് എടുക്കുന്നത്, ക്ലോറിൻ. ഈ പറയുന്ന ക്ലോറിൻ എടുത്ത് കഴിയുമ്പോൾ ക്ലോറിന്റെ ആറ്റം നമ്പർ 7 ആണ്. അപ്പൊ ഒരു ക്ലോറിൻ എന്ന് പറയുന്ന സാധനത്തിന്റെ ഭാഗിതം ഷെല്ലിൽ 17 എന്തുണ്ട്? ഇലക്ട്രോണുള്ള ക്ലോറിന്റെ ഭാഗിതം ഷെൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ക്ലോറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്രകാരം ക്രമീകരിക്കാൻ വിചാരിക്കുക. അപ്പൊ ഒരു ക്ലോറിന്റെ ഭാഗിതം ഷെൽ എത്ര ഇലക്ട്രോൺ ഉള്ളൂ? 7 ഇലക്ട്രോൺ ഉള്ളൂ. അടുത്ത ക്ലോറിൻ എടുത്താലും അതിന്റെയും ഭാഗിതം ഷെൽ എത്ര ഇലക്ട്രോൺ ഉള്ളൂ? 7 ഇലക്ട്രോൺ ഉള്ളൂ.
ഈ പറയുന്ന ക്ലോറിന് സ്ഥിരത കൈവരിക്കേണ്ടി വരും. അപ്പൊ ഈ ക്ലോർ എന്ത് ചെയ്യും? ഈ ഒരു ഇലക്ട്രോണുമായി എന്ത് ചെയ്യും? ബന്ധനം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതുപോലെ ഈ ക്ലോറിന് സ്ഥിരത കൈവരിക്കേണ്ടി വരും. അപ്പൊ ഈ ക്ലോറിന് എന്ത് ചെയ്യും? തൊട്ടടുത്ത ക്ലോറിൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോണുമായി എന്ത് ചെയ്യും? രാസബന്ധനം ഉണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യും? ഓരോ ഇലക്ട്രോണുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു ബന്ധനം ഉണ്ടാവും. എന്ത് ചെയ്യുന്നു? ഓരോ ഇലക്ട്രോൺ തമ്മിൽ എന്തുണ്ടാവുന്നു? ഒരു ബന്ധനം ഉണ്ടാവും. ഓരോ തമ്മിൽ ഒരു ബന്ധനം ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന ബന്ധനത്തെ നമ്മൾ വിളിക്കുന്നത് ഏകബന്ധനം എന്ന് വിളിക്കും. എന്ന് വിളിക്കും ഏകബന്ധനം. അപ്പൊ കാർബൺ എന്തുണ്ട്? കാർബൺ എന്തുണ്ടാക്കാനുള്ള കഴിവുണ്ട്? ഏകബന്ധനം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇവിടെ നോക്കിയേ, കാർബണും കാർബണും തമ്മിൽ എന്ത് ബന്ധനം ഉണ്ടായിരിക്കുന്നത്? ഏകബന്ധനമാണ്. എന്താ ഉണ്ടായിരിക്കുന്നത്? കാർബൺ ഏകബന്ധനം. ഇവിടെ കാർബൺ എന്തുണ്ടായേ? ഏകബന്ധനം ഉണ്ടായി. അങ്ങനെ ഏകബന്ധനം ഉണ്ടാക്കാനുള്ള കഴിവ് കാർബണിനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേ കാർബൺ എടുക്കുന്നു. നമുക്ക് ക്ലോറിന് പകരം നമ്മൾ വേറൊരു മൂലം എടുക്കും. ഉദാഹരണത്തിന് ഓക്സിജൻ എടുക്കുന്നു വിചാരിക്കാം. ഓക്സിജൻ എന്ന് പറയുന്ന മൂലം എടുത്തു. ഓക്സിജന്റെ ആറ്റം നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പം ഭാഗിത മിഷനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 6 ഇലക്ട്രോൺ. നമ്മൾ എന്ത് ചെയ്തു? 6 ഇലക്ട്രോണുകൾ ക്രമീകരിക്കുന്നു. ഈ ഓക്സിജനെ സംബന്ധിച്ചുള്ള എന്ത്? സ്ഥിരത കൈവരിച്ചു. ഇനി ഈ ഓക്സിജനെ സംബന്ധിച്ച് ഇതും എന്ത് ചെയ്തു? സ്ഥിരത കൈവരിച്ചു. അപ്പൊ ഇവിടെ എത്ര ബന്ധനം ഉണ്ടായി? 2 പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇങ്ങനെ കാർബൺ എന്ത് കഴിവുണ്ട്? കാർബൺ ദ്വിബന്ധനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ നോക്കിയേ, ശ്രദ്ധിക്കുക, കാർബണും ഏകബന്ധനമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ എപ്പോഴും കാണപ്പെടുക ഒരു സിഗ്മ ബോണ്ട് ആയിരിക്കും. എന്ത് ബോണ്ട് ഉണ്ടാവുക? സിഗ്മ ബോണ്ട് ആയിരിക്കും. എന്നാൽ നമ്മൾ കാർബൺ എന്തെടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ദ്വിബന്ധനമാണ് എടുക്കുന്നതെങ്കിൽ, കാർബൺ ദ്വിബന്ധനമാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ എന്തുണ്ടാവുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ PP പൈ ബോണ്ട് ഉണ്ടാവും. ഇങ്ങനെ PP പൈ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? കാർബണിനുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കാം. നൈട്രജൻ എന്ന സാധനത്തിന് എക്സാമ്പിൾ എടുത്താൽ നൈട്രജനെ നമുക്ക് എന്ത് ചെയ്യും? ഒരു ത്രിബന്ധനം കാണിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഓക്കെ, നമ്മൾ എഴുതുന്നില്ല. കാർബൺ എന്ത് ചെയ്യുന്നു? ത്രിബന്ധനം എന്ത് ചെയ്യും? ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാധനമാണ്. എന്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും? ത്രിബന്ധനം. ആർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും? കാർബണിന് ഉൽപ്പാദിപ്പിക്കാൻ. ഇങ്ങനെ കാർബൺ എന്ത് ചെയ്യുന്നു? ത്രിബന്ധനം ഉണ്ടാക്കും. എന്തുണ്ടാക്കും? കാർബൺ എന്തുണ്ടാക്കുന്നു? ത്രിബന്ധനം ഉണ്ടാക്കും. ഇവിടെ എന്ത് കാണിക്കും? ഈ പറയുന്ന PP പൈ ബോണ്ടിങ് ഉണ്ടാവും. ഇങ്ങനെ PP പൈ ബോണ്ടിങ് അല്ലെ പൈ രാസബന്ധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? കാർബണിന് ഉണ്ട്. ഇത് കാർബണിന് 14ാം ഗ്രൂപ്പിൽ മറ്റു മൂലകങ്ങളിൽ നിന്ന് ഉള്ള ഒരു സവിശേഷതയാണ്. കാരണം മറ്റു മൂലകങ്ങൾക്ക് എന്തില്ല? ആ ഒരു സവിശേഷത ഇല്ല. ഓക്കെ, ഇങ്ങനെ ഞാൻ പറഞ്ഞു സഹസംയോജക ബന്ധനം വഴിയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നോക്കിയേ, കാർബൺ എന്താണ്? ദ്വിബന്ധനം. കാർബൺ ത്രിബന്ധനം. കാർബൺ ഓക്സിജൻ ദ്വിബന്ധനം. കാർബൺ സൾഫർ ദ്വിബന്ധനം. കാർബൺ നൈട്രജൻ ത്രിബന്ധനം. അപ്പൊ ഇവിടെ നോക്കിയേ, കാർബൺ തന്നെ മറ്റു മൂലകങ്ങളുമായിട്ട് എന്തുണ്ടാവുന്നു? ദ്വിബന്ധനവും ത്രിബന്ധനവും ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ ബഹുബന്ധനം നടത്താനുള്ള കഴിവ് ആർക്കുണ്ട്? കാർബണിനുണ്ട്. എന്നാൽ 14ാം ഗ്രൂപ്പിലെ മറ്റു മൂലകങ്ങൾക്ക് എന്തില്ല? കഴിവില്ല. ബഹുബന്ധനം നടത്താനുള്ള കഴിവില്ല. അതിന് പ്രധാന കാരണം എന്താണ്? എന്തുകൊണ്ട് കാർബൺ ബഹുബന്ധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്താണ്? കാർബണിന് 14ാം ഗ്രൂപ്പിൽ മറ്റു മൂലകങ്ങളെക്കാൾ വലിപ്പം വളരെ കുറവാണ്. എന്താണ്? വലിപ്പം വളരെ കുറവാണ്. എന്നാൽ ഓർബിറ്റുകൾക്ക് വലിപ്പം എന്താണ്? വളരെ കൂടിയതുമാണ്. അപ്പൊ കാർബണിന് വലിപ്പം കുറവായതിനാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ പറയുന്ന
ബന്ധനം ഉൽപ്പാദിപ്പിക്കും. ഇങ്ങനെ എന്ത് ചെയ്യും? ഈ പറയുന്ന വലിപ്പം കുറവായതിനാൽ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ മറ്റു മൂലകങ്ങൾക്ക് എന്ത് വലിപ്പം കൂടുതലാണ്. മറ്റു മൂലകങ്ങൾക്കുണ്ടോ വലിപ്പം വളരെ കൂടിയതിനാലും ഓക്കെ പി ബന്ധനം രൂപീകരിക്കാൻ എന്ത് ചെയ്യില്ല? കഴിയില്ല. കൃത്യമായി ഓർത്തിരിക്കുക. കാർബണിന്റെ വലിപ്പം കുറവായതിനാൽ കാർബൺ എന്ത് ചെയ്യും? പി ബന്ധനം ഉൽപ്പാദിപ്പിക്കും. എന്നാൽ മറ്റു മൂലകങ്ങൾക്ക് എന്ത് വലിപ്പം കുറവായതിനാൽ അവ എന്ത് ചെയ്യില്ല? പി ബന്ധനം എന്ത് ചെയ്യുന്നില്ല? ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഓക്കെ ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു സഹസംയോജക ബന്ധനങ്ങൾ ആറ്റങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നു? ശൃംഖലകളായും വലയങ്ങളായും രൂപീകരിക്കാനുള്ള പ്രവണത കാർബൺ എന്ത് ചെയ്യും? ശൃംഖലകളായിട്ടായിരിക്കും ചിലപ്പോൾ ഉൽപ്പാദിപ്പിക്കുക, ചിലപ്പോൾ എന്ത് ചെയ്യും? വലയ സംയുക്തങ്ങളായിട്ടായിരിക്കും ഉൽപ്പാദിപ്പിക്കുക. ഈ സ്വഭാവത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? കാറ്റിനേഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ കാർബണിന് എന്തുൽപ്പാദിപ്പിക്കുന്നത്? സഹസംയോജക ബന്ധനം വഴി പരസ്പരം ബന്ധിച്ച് ശൃംഖലകളും വലയങ്ങളും രൂപീകരിക്കാനുള്ള പ്രവണതയെ നമ്മൾ എന്ത് വിളിക്കുന്നു? കാറ്റിനേഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് കാറ്റിനേഷൻ? കാർബണ് എന്ന് പറയുന്ന മൂലകത്തിന് പരസ്പരം രാസബന്ധനത്തിന്റെ ഫലമായിട്ട് എന്തുൽപ്പാദിപ്പിക്കാനുള്ള കഴിവ്? വലയ സംയുക്തങ്ങളും അല്ലെങ്കിൽ വളയ സംയുക്തങ്ങളും അതും അല്ലെങ്കിൽ ഈ പറയുന്ന ശൃംഖലാ സംയുക്തങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിനെ നമുക്ക് എന്ത് വിളിക്കുന്നു? ഈ പറയുന്ന കാറ്റിനേഷൻ എന്ന് വിളിക്കുന്നു. അതിൽ തന്നെ കാർബൺ ഏകബന്ധനം ഈ ബന്ധനം വളരെ ബലമായതിനാൽ അപ്പൊ കാർബൺ ബന്ധനം എപ്പോഴും എന്തായിരിക്കും? ഏകബന്ധനം എന്തായിരിക്കും? സ്ട്രോങ് ബോണ്ട്സ് ആയിരിക്കും. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? ഇവിടെ കാർബൺ സിഗ്മ ബോണ്ടും കാർബൺ പൈ ബോണ്ട്സും ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഏത് ബോണ്ട്സ്? കാർബൺ സിഗ്മ ബോണ്ട്സ് ഇതെപ്പോഴും എന്തായിരിക്കും? ബലം കൂടുതൽ സ്ട്രോങ് ബോണ്ട്സ് ആയിരിക്കും. എന്തായിരിക്കും? സ്ട്രോങ് ബോണ്ട്സ് ആയിരിക്കും. എന്നാൽ കാർബൺ ദ്വിബന്ധനവും കാർബൺ ത്രിബന്ധനവും ഇല്ലേ? അതിനുണ്ട് എപ്പോഴും എന്തായിരിക്കും? വീക്ക് ബോണ്ട്സ് ആയിരിക്കും. അതായത് പൈ ബോണ്ടുകൾ എപ്പോഴും എന്തായിരിക്കും? അവയ്ക്ക് ബലം കുറവായിരിക്കും, അല്ലെ അവയ്ക്ക് ആകർഷണ ബലം എന്തായിരിക്കും? കുറവായിരിക്കും. അവയെ വീക്ക് ബോണ്ട്സ് എന്ന് വിളിക്കും. എന്നാൽ കാർബൺ സിംഗിൾ ബോണ്ട്സ് അഥവാ സിഗ്മ ബോണ്ട്സ് എപ്പോഴും എന്തായിരിക്കും? സ്ട്രോങ് ബോണ്ട്സ് ആയിരിക്കും. അവയ്ക്ക് എന്ത് കൂടുതലായിരിക്കും? ബലം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ് കാർബണിന് 14ാം ഗ്രൂപ്പിൽ മറ്റു മൂലകങ്ങളിൽ നിന്നുള്ള സവിശേഷപരമായ വ്യത്യാസങ്ങൾ എന്തെല്ലാമെന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് മറ്റു മൂലകങ്ങൾക്ക് വലിപ്പം കൂടുന്നതിനാലും വൈദ്യുതരണ കുറയുന്നതിനാലും ശൃംഖലത്തിലുള്ള പ്രവണത കുറഞ്ഞു വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു വലിപ്പം എന്ത് ചെയ്യും? കൂടിക്കൂടി വരും. അപ്പൊ എന്ത് ചെയ്യും? വലിപ്പം കൂടുന്നതിനനുസരിച്ച് എന്ത് കുറയും? അയോണികോർജം കുറയും. അയോണികോർജം കുറയുന്നതിനനുസരിച്ച് എന്ത് കുറയും? ഈ പറയുന്ന വൈദ്യുത ധൃണത അഥവാ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? അതും കുറയും. അപ്പൊ എന്ത് ചെയ്യും? ഈ പറയുന്ന ശൃംഖലകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിവ് എന്ത് ചെയ്യും? മൂലകങ്ങൾക്ക് കുറഞ്ഞു വരും. ഇനി അവയുടെ എൻതാൽപ്പി നമ്മൾ പറഞ്ഞു ഈ പറയുന്ന മൂലകങ്ങൾക്ക് അയോണീകരണ ഊർജ്ജമുണ്ട്, അല്ലെങ്കിൽ അയോണീകരണ എൻതാൽപ്പി ഉണ്ട്. ഈ എൻതാൽപ്പി മുകളിൽ താഴേക്ക് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഉദാഹരണത്തിന് 14ാം ഗ്രൂപ്പിലെ മൂലകങ്ങളായ കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന് പോലുള്ള സാധനങ്ങൾ താഴേക്ക് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഈ പറയുന്ന സാധനം എന്ത് ചെയ്യും? കുറഞ്ഞു വരും. എന്നാൽ ലെഡ് എന്ന് പറഞ്ഞൊരു മൂലകമുണ്ട്, അതെന്ത് കാണിക്കുന്നില്ല? ശൃംഖലനത്തിന്റെ ക്രമം എന്ത് ചെയ്യുന്നില്ല? പ്രകടിപ്പിക്കുന്നില്ല. അപ്പൊ 14ാം ഗ്രൂപ്പിൽ അത് കാണിക്കാത്ത മൂലകം ചോദിച്ചാൽ ഏതാണ്? അത് ലെഡ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഈ പറയുന്ന ലെഡിന് മറ്റു മൂലകങ്ങളെക്കാൾ വേറെ കുറെ പ്രത്യേക സവിശേഷതകളുണ്ട്. അത് നമ്മൾ ലെഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രത്യേകം നമുക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ഈ സാധനം കുറഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന് ഓരോന്നിനൊരു മൂല്യം ഉണ്ടാവില്ലേ? ആ മൂല്യം അറിഞ്ഞിരിക്കണം. അപ്പം കാർബൺ ബന്ധനത്തിൽ ഈ പറയുന്ന ബന്ധന എൻതാൽപ്പി അഥവാ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയും, അല്ലെ ബോണ്ട് എനർജി എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. അപ്പൊ ഈ ബോണ്ട് എൻതാൽപ്പി കാർബൺ ബന്ധനത്തിലെ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് എപ്പോഴത്തേക്കും 348 കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും. എപ്പോഴും ഓർത്തിരിക്കണം, ബന്ധന എൻതാൽപ്പിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കിലോ ജൂൾ പെർ മോൾ. എന്താണ്? കിലോ ജൂൾ പെർ മോൾ. ഇനി ചിലപ്പോൾ ഇതിങ്ങനെയൊക്കെ വരെ എങ്ങനെ ഉണ്ടാവാം? kJ പെർ മോൾ എന്ന് കാണാം. രണ്ടും ഒന്ന് തന്നെ. ഓക്കെ ഒന്നുകിൽ ഇത് ഉണ്ടാവും അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ കാർബൺ ബന്ധന എൻതാൽപ്പി എത്രയാണ്? 348 കിലോ ജൂൾ പെർ മോൾ ആണ്. സിലിക്കൺ ബന്ധന എൻതാൽപ്പി എത്രയാണ്?
ഈ പറയുന്ന 297 കിലോ ജൂൾ പെർ മോൾ ആണ്. എന്താണ് ഈ പറഞ്ഞ ജി ആണെങ്കിൽ എന്തായി? അത് എത്രയിലേക്ക് മാറി? 260 മാറി. പിന്നെ SN ആവുകയാണെങ്കിൽ എന്താ? ബോണ്ടിങ് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് 240 മാറി. ദാറ്റ് മീൻസ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് ബോണ്ടിങ് എനർജി അഥവാ ബോണ്ടിങ് എന്തായാലും എന്ത് ചെയ്യും? കുറഞ്ഞു വരുന്നു. ഏത് ഗ്രൂപ്പിൽ? 14ാമത്തെ ഗ്രൂപ്പിൽ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ്? കാർബണിനാണ്. അതിനാൽ കാർബൺ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഏകബന്ധനവും ദ്വിബന്ധനവും ത്രിബന്ധനവും ഉൽപ്പാദിപ്പിക്കും. അതായത് അവിടെ എന്തുണ്ടാവും? സിഗ്മാ ബോണ്ടുകളും പൈ ബോണ്ടുകളും ഉണ്ടാവാനുള്ള സാധ്യത എന്തായിരിക്കും? വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന കാർബണിന് ഈ കഴിവുള്ളതിനാൽ, കാർബൺ എന്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്? അല്ലെങ്കിൽ പി ബന്ധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുള്ളതിനാൽ കാർബണിന് പലതരം രൂപാന്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് കാർബൺ രൂപാന്തരം ഉൽപ്പാദിപ്പിക്കുന്നത്, വ്യത്യസ്ത രൂപാന്തരം ഉൽപ്പാദിപ്പിക്കുന്നത് ചോദിച്ചാലും കാരണം എന്താണ്? കാർബണിൽ പി ബോണ്ടിങ് ഉള്ളതിനാലാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത് ഈ പറയുന്ന 14ാമത്തെ ഗ്രൂപ്പിൽ കാർബണിന് മറ്റ് മൂലകങ്ങളിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ മറ്റു മൂലകങ്ങളുമായി കാണിക്കുന്ന ഈ പറയുന്ന പ്രവണതകളിൽ കാണപ്പെടുന്ന സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ആദ്യം പറഞ്ഞു 14ാം ഗ്രൂപ്പിലെ മറ്റ് മൂലകങ്ങളെ അപേക്ഷിച്ച് കാർബണിന്റെ ആറ്റം നമ്പർ എത്രയാന്ന് പറഞ്ഞു? 2, 4 ഇലക്ട്രോൺ വിന്യാസം എന്താന്ന് പറഞ്ഞു? 2, 4 ആണെങ്കിൽ സബ്സ്ട്രേറ്റ് ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്? 1s2 2s2 2p 2 ആണ്. ഇലക്ട്രോൺ എന്താണ്? ഗ്രൂപ്പ് ഏതാണ്? 14 പീരീഡ് ഏതാണ്? 2 ആണെന്നൊക്കെ പറഞ്ഞു. ഉറപ്പല്ലേ? അതിനുശേഷം നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഡി ഓർബിറ്റുകളുടെ സാന്നിധ്യം എവിടെയില്ല? ഈ പറയുന്ന കാർബണിലില്ല. അതിനാൽ തന്നെ കാർബൺ എന്തായിരിക്കും? അയോണീകരണ ഊർജ്ജം അഥവാ അയനൈസേഷൻ എന്തായാലും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഉയർന്ന വൈദ്യുത ധ്രണത അഥവാ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ടാവും. വലിപ്പം എന്തായിരിക്കും? മറ്റുള്ളവയേക്കാൾ കുറവായിരിക്കും. പിന്നെ കാർബണിൽ sp എന്നീ ഓർബിറ്റുകൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതിനാൽ കാർബണിന് 4 ജോഡി ഇലക്ട്രോണുകൾ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ചുറ്റും ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അതിന് കാരണം നമ്മൾ പറഞ്ഞു കോസലിന്റെയും ലൂയിസിന്റെയും ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചേഴ്സ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കോസൽ ആൻഡ് ലൂയിസ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ. ഓക്കെ, കോസലും ലൂയിസും കണ്ടെത്തിയ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ. അവർ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ലൂയിസ് എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? അഷ്ടക നിയമം, ലോസ് ഓഫ് ഒക്ടീവ്സ്. ഒരു മൂലകത്തിന്റെ ബാഹ്യതം ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? ഒരു മൂലകം സ്ഥിരതയാവൂ എന്ന തിയറി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ എങ്ങനെയാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്ന ഓവർലാപ്പിംഗ്, മോളിക്കുലർ ഓവർലാപ്പിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, ഓർബിറ്റൽ ഓവർലാപ്പിംഗ് അടിസ്ഥാനത്തിൽ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഈ പറയുന്ന പി സിഗ്മ ബോണ്ട് എന്താണ്, അല്ലെങ്കിൽ പി പൈ ബോണ്ട് എന്താണ് നമ്മൾ ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാർബണിന് സംയോജകത എത്രയാണെന്ന് പറഞ്ഞു? 4 നമ്മൾ പരിമിതപ്പെടുത്തി എന്താണ് നിജപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞു. ഇനി ഇതേ സമയം മറ്റ് മൂലകങ്ങൾ 14ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഡി ഓർബിറ്റൽ സാന്നിധ്യമുള്ളതിനാൽ അവിടെ സംയോജകത എന്ത് ചെയ്യാം? മാറ്റം വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന പി പൈ ബോണ്ടിങ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കാർബണിന് മാത്രമേ ഉള്ളൂ. ആർക്കില്ല? മറ്റു മൂലകങ്ങളില്ല. അതിന് പ്രധാന കാരണം എന്താണ്? വലിപ്പക്കുറവ്, വൈദ്യുതധരണയെ കൂടിയതും ആയതിനാൽ അവ എന്ത് ഉൽപ്പാദിപ്പിക്കും? പി പൈ എന്തുൽപ്പാദിപ്പിക്കും? ബോണ്ടിങ് ഉൽപ്പാദിപ്പിക്കും. അതിനുശേഷം നമ്മൾ ഏതൊക്കെ തരമാണ് സിംഗിൾ ബോണ്ട് ഉണ്ടാവാം, ഡബിൾ ബോണ്ട് ഉണ്ടാവാം, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ദ്വിബന്ധനവും ത്രിബന്ധനവും ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ പറഞ്ഞ കാർബണിനുണ്ട് എന്ന് നാം ചർച്ച ചെയ്തു. അപ്പൊ കാർബൺ എന്താണ്? ആ സവിശേഷത ഉണ്ട്. മറ്റു മൂലകങ്ങളെ അപേക്ഷിച്ച് എന്താണ്? ഇത്തരം സവിശേഷതകൾ കാർബണിന് ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ഏതെല്ലാമാണ് കാർബൺ സിംഗിൾ ബോണ്ട് എങ്ങനെയാണ്, അതായത് സിഗ്മ ബോണ്ടിങ് എങ്ങനെയാണ്, അത് സ്ട്രോങ് ബോണ്ടുകളായിരിക്കും, അത് എന്തായിരിക്കും? ബലമുള്ള ബോണ്ടുകളായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ കാർബൺ ട്രിപ്പിൾ ബോണ്ടും ഡബിൾ ബോണ്ടും അതായത് ദ്വിബന്ധനവും ത്രിബന്ധനവും എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ പൈ ബോണ്ടുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷമാണ് എന്ത്? സഹസംയോജക ബന്ധനം വഴി പരസ്പരം എന്ത് ചെയ്യും? ശൃംഖലകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? കാർബണിനുണ്ട്. ഈ സവിശേഷത നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പറഞ്ഞത്? കാറ്റനേഷൻ എന്ന് പറഞ്ഞു. കാരണം അതെന്താണ്? അതിൽ തന്നെ കാർബൺ എന്തായിരിക്കും? കാർബൺ സിംഗിൾ ബോണ്ടിങ്. ഓക്കെ, അത് വളരെ പ്രധാനമാണ് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ശൃംഖല സവിശേഷത കാണിക്കുന്നതിനാൽ ആര് കാണിക്കുന്നില്ല? പക്ഷേ ബ്ലഡ് എന്ന മൂലകം 14ാം ഗ്രൂപ്പിൽ അത് കാണിക്കുന്നില്ല എന്ന് ഓർത്തിരിക്കണം. പിന്നെയാണ് അവയോട് ഓരോന്നിന്റെയും ബന്ധന എന്താൽപ്പി, മുകളിൽ താഴേക്ക് വെച്ച് ബന്ധന എന്താൽപ്പി എന്ത് ചെയ്യും?
കുറഞ്ഞു വരുന്നുണ്ട്. കാർബണിന്റെ ബന്ധന എൻതാൽപ്പി എത്രയാണെന്ന് ഓർത്തിരിക്കണം, 348 കിലോ ജൂൾ പെർ മോൾ ആണ് എപ്പോഴും എന്ത് കാർബണിന്റെ ബന്ധന എൻതാൽപ്പി. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ കാർബൺ എന്ത് ഉത്പാദിപ്പിക്കുന്നു എന്ന് ചർച്ച ചെയ്തു. ഈ പറയുന്ന വ്യത്യസ്തരം രൂപാന്തരങ്ങൾ ഉത്പാദിപ്പിക്കുന്നു. എന്തുൽപാദിപ്പിക്കുന്നു? വ്യത്യസ്തരം രൂപാന്തരങ്ങൾ. ആര് ഉത്പാദിപ്പിക്കുന്നു? കാർബൺ ഉത്പാദിപ്പിക്കുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.